നന്നായി കിതച്ചു കേട്ടോ. മടുത്തോടെ എത്തിപ്പേനും. മേലെ പോയി ഇതേപോലെ പുല്ലാണെന്ന് അറിയില്ല, നമുക്ക് പോയി നോക്കാം. കുറച്ച് മേലെ എത്തിയപ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ. അവിടെയൊക്കെ ഫുള്ള് മഞ്ഞ് മൂടി, ഇവിടെ ഒന്നും കാണുന്നില്ല അങ്ങനെ. ചാടുന്ന സൗണ്ട് കേൾക്കാം കേട്ടോ. ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, പക്ഷെ നമുക്കിവിടെ നോക്കിയിട്ട് കാണുന്നില്ല. ഇത് താഴെയാണെന്നുള്ളൂ, വലിയ കൊക്കയാണ് കേട്ടോ താഴോട്ട്. നമുക്കൊന്ന് അങ്ങോട്ട് കയറി പോവാം. ആരിപ്പം അങ്ങനെ വരാറില്ല എന്ന് തോന്നുന്നു ഇങ്ങോട്ടേക്ക്. ദുഃഖ വെള്ളിയാഴ്ചയാണ് അധികം ആളുകൾ ഇങ്ങോട്ട് വരിക. ഇവിടെ ആന ആകെ ഉഴുതു മറിച്ചിട്ടുണ്ട്. ഇതാ ആനയൊക്കെ ഇരപ്പാക്കിയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്നൊക്കെയാണ് അവൻ വന്നത്. ഇതൊക്കെ ഈ മരമൊക്കെ ഓടിച്ച് പോവാം. ആനക്കുട്ടി ഉണ്ടെന്ന് തോന്നുന്നു. കുട്ടീൻ്റെ പിണ്ടാണ് ഇവിടെ കാണുന്നത്. നമ്മളങ്ങനെ മേലെ എത്തിയിട്ടോ. ചേട്ടാ കുരിശുമല, ഞങ്ങൾ കുരിശിൻ്റെ അടുത്തെത്തി. എന്ത് വലിയ കുരിശാലേ. ഇവിടെ മാത്രം ഈ പുല്ല് വളർന്നിട്ടില്ല കേട്ടോ. ഇതുണ്ടോ ചുറ്റും കാണാൻ. ഞാൻ അങ്ങോട്ടേക്ക് കാണിച്ചു തരാൻ പോയിട്ട്. കുരിശ് എന്ത് വലിയ കുരിശാലേ. ഇതിവിടെ പണിയാൻ വേണ്ടി കല്ലും മണലൊക്കെ കൊണ്ടുവന്നവരെ സമ്മതിക്കണം. എങ്ങനെ കുന്നിൻ്റെ മുകളിൽ ഏറ്റിക്കൊണ്ടുവന്നാൽ ഇവർ ഇവിടെ ഫുള്ള് ഈ പുല്ല് കയറിപ്പോയിട്ടോ. അങ്ങോട്ടേക്ക് കുറച്ച് കാണിച്ചു തരാം. അങ്ങോട്ടൊക്കെ വലിയ കൊക്കയാണ് കേട്ടോ. അങ്ങോട്ടൊക്കെ ഫുള്ള് മലനിരകളും കാര്യങ്ങളുമാണ്. മഞ്ഞ് മൂടി നിൽപ്പുണ്ട്, കണ്ടില്ലേ. എങ്ങനെയായാലും ഇവർ കല്ലും മണലൊക്കെ കൊണ്ട് കയറ്റിക്കൊണ്ടുവന്നത് അവരെ സമ്മതിക്കണം എന്തായാലും. അത് അങ്ങോട്ട് വഴിയുണ്ട്, നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ അങ്ങോട്ടേക്ക്. ഇതിലങ്ങോട്ട് പോയി നോക്കാം നമുക്ക്. അങ്ങോട്ട് വഴിയും കാര്യങ്ങളുണ്ട്. എന്ത് മനോഹരമുള്ള കുരിശാലേ കാണാനൊക്കെ. എന്ത് മനോഹരല്ലേ. ഇവിടെ നോക്കിയാ വീടുകളും പാടികളും എല്ലാം കാണാം കേട്ടോ. കടകൾ. ആന ഈ കുരിശിൽ വന്ന് വരച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് മേലെ വരച്ച പാടൊക്കെ കാണുന്നുണ്ട്, കണ്ടോ. ഇവിടെ ഇങ്ങനെ മഴ പെയ്ത് ഇതാ ഇവിടെയൊക്കെ പകുതിയൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. കെട്ടിയതൊക്കെ സിമൻറ്റേ. കാറ്റടിക്കുമ്പോൾ എന്തൊരു ഫീലാണ് അവിടെ നിൽക്കാൻ. നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ടേക്ക്. അപ്പം ഞാനപ്പോൾ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ ബിസ്ക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടി. ബിസ്ക്കറ്റൊക്കെ പൊടിഞ്ഞു പോയി വേവിലിട്ടിട്ടേ.
ഇതുണ്ടോ? പിന്നെ ഞാൻ ചോറ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞ് നമുക്ക് ചോറ് കഴിക്കാം. അപ്പോൾ ആളിതവിടെ ക്ഷീണിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ. ആളും കൂടി കയറിയപ്പോൾ ക്ഷീണിച്ചു പോയി. ഇവിടെ ദുഃഖവെള്ളീൻ്റെ സമയത്ത് കുറേ എല്ലാവരും വരും കേട്ടോ ഇങ്ങോട്ട്. ഇങ്ങോട്ടേക്കാണ് കുരിശിൻ്റെ വഴി നടത്തുന്നത്. അന്ന് കുറേ പേരുണ്ടാവും ഇവിടെ. കുറച്ച് നടന്നിട്ടാണെങ്കിലും നമ്മളിതിൻ്റെ മേലെ എത്തി. ഇത് മനോഹരമായ സ്ഥലമല്ലേ? നോക്കിയേ, ഈ കുരിശിൻ്റെ വഴിക്ക് വരുന്ന സമയത്ത് ഇവർ ഈ കാടൊക്കെ കൂടെ വെട്ടി തെളിക്കും തോന്നുന്നുണ്ട്. ഇനി അടുത്ത കൊല്ലമാണ് അവരിങ്ങോട്ട് വരുള്ളൂ. ഒരു വെട്ടി തെളിക്കും. നമ്മൾ അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ. അങ്ങോട്ട് വഴിയുണ്ട്, അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെയൊക്കെ ഫുള്ള് ആന ഫുള്ള് മേഞ്ഞിട്ടുണ്ടല്ലോടാ. ഉണ്ടോ? ആനേൻ്റെ കേന്ദ്രമാണ് കേട്ടോ ഇവിടെ. കാട് പിടിച്ച് പോയി. അപ്പം അങ്ങോട്ടൊന്ന് പോയി നോക്കാവാ. ഇതിൻ്റെ മേലെ ആന ഉണ്ടോ ആവോ? അറിയില്ല. ഇത് പോയി നോക്കാം. കാരണം പേടിപ്പിച്ച് കളഞ്ഞു. ഇതിൻ്റെ ബേക്ക് ഭാഗമാണേ. നോക്കിയേ, വലിയ കൊക്കയാണ് കേട്ടോ താഴോട്ട്. നല്ല കാറ്റ് വീശുന്നുണ്ട്. ഇങ്ങോട്ടേക്കൊന്നും ആ പുല്ലധികം മുളച്ചിട്ടില്ല കേട്ടോ. കുറച്ച് അങ്ങോട്ട് പോയി കാണിച്ചു തരാം. ഇവിടെ രാത്രി ആയിക്കഴിഞ്ഞാൽ ആന സീനാണ്. എന്ത് മനോഹരമല്ലേ ബേക്ക് ഭാഗം കാണാൻ. കണ്ടോ? നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ പാറയിലോട്ട് പോവാം, അങ്ങോട്ടേക്ക്. അങ്ങോട്ടേക്ക് കാണിച്ചു തരാം. കണ്ടോ? എന്ത് മനോഹരമായിട്ടല്ലേ. ഫുള്ള് കോട മൂടി കിടക്കുക. അങ്ങോട്ടേക്ക് ഫുള്ള് ഫോറസ്റ്റാണ് കേട്ടോ. തിരിച്ച് മേലോട്ട് പോവാം. മേലോട്ട് പോയിട്ട് ഇപ്പോൾ വെയിലില്ല കേട്ടോ. നമുക്കിനി ആ കുന്നിലോട്ട് പോവാം. നമുക്ക് ആ പാറേൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ചോറ് കഴിക്കാം. അവിടെ പോയിട്ട് നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടോ നോക്കാം. എന്നാ കാറ്റാ വീശുന്നേ. ഏറ്റവും വലിയ കുരിശുമലയാണ് കേട്ടോ പന്തല്ലൂരത്തെ. ഇപ്പൊ തന്നെ വീണേനെ പുല്ലി ചവിട്ടിയിട്ട്.
അങ്ങോട്ടേക്ക് എത്താനായിട്ടോ. ദൂരെ നിന്നാകുമ്പോൾ എന്ത് കുഞ്ഞു പുല്ല, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്നെക്കാട്ട് വലിപ്പമുണ്ട് ഈ പുല്ലിനൊക്കെ. ഇത് മുറിയുന്ന സൈസിൽ പുല്ല, തട്ടി അപ്പം മുറിയും കൈ. പാറയുണ്ട് കേട്ടോ, ഇതിൻ്റെ അപ്പുറത്തേക്ക് വലിയ കൊക്കയാണ്. അങ്ങോട്ട് നോക്കി എന്ത് മനോഹരമല്ലേ. അവിടെ നിന്നാണ് കേട്ടോ ഞാൻ ഇറങ്ങി വന്നത്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇത് ചന്ദനാന്ന് തോന്നുന്നു, ചന്ദനം. ചെറിയ തെയ്യാട്ടോ ചന്ദനത്തിൻ്റെ. അമ്മോ, ഇവിടെ ഇടിഞ്ഞു പോയിന്ന് തോന്നുന്നു. ഇവിടെ ഉരുള് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ മഴക്കാലത്ത് ഇവിടെ ഉരുള് പൊട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ പാറയൊക്കെ താഴെയോട്ട് ഉരുണ്ട് പോയിട്ടുണ്ട്. അതാ അവിടേക്ക് ഏതൊരു നല്ല വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് അവിടെ. കണ്ടോ, ലാൻഡ് സൈഡ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇവിടെ. അങ്ങോട്ട് നോക്കി എന്ത് മനോഹരം കാണാമല്ലേ. അവിടേക്ക് തേയിലയൊക്കെ വെട്ടിയിട്ടുണ്ട് കേട്ടോ അവിടെ. യൂക്കാലി മരം കാണാം ഒരുപാട്, പിന്നെ കാറ്റാടി. നമുക്ക് എന്തായാലും പാറേൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാം അല്ലേ. നല്ല കാറ്റാണ് കേട്ടോ അവിടെ, രക്ഷയില്ലാത്ത കാറ്റ്. നമുക്ക് ആ പാറേൻ്റെ ഉള്ളിലേക്ക് പോവാട്ടോ. ഇതാണ് കേട്ടോ പാറ. ഈ പാറേൻ്റെ മേലോട്ട് കയറിയിട്ട് കാണിച്ചു തരാം. ഒരു സ്റ്റെപ്പ് പോലെ വെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഈ പാറേൻ്റെ ഏറ്റവും മേലെ എത്തിയിട്ടോ. എന്ത് രസമല്ലേ കാണാൻ, നോക്കി. അങ്ങനെ ഏറ്റവും ടോപ്പിലെത്തി നമ്മളിതിൻ്റെ. ചീവിയുടെ കാര്യം സൗണ്ട് കേൾക്കുന്നുണ്ട്. ഫുള്ള് ഫോറസ്റ്റ്, ഫുള്ള് കോട മൂടിയിട്ട് ഒന്നും കാണുന്നില്ല അങ്ങോട്ടേക്കൊന്നും. കണ്ടോ, ഫ്ലൈറ്റ് പോണ സൗണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ കാണുന്നില്ല കേട്ടോ, ഫുള്ള് മഞ്ഞ് മൂടിയതുകൊണ്ടേ. അപ്പോൾ നമുക്കങ്ങനെ ഭക്ഷണം കഴിക്കാം. ഞാൻ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല കാറ്റ് വീശുന്നിട്ട് ഇവിടെ നിൽക്കുമ്പോൾ കാറ്റ് നമ്മളെ തള്ളി കൊണ്ടുവന്നിട്ടേ. മഴക്കാറുണ്ട് കേട്ടോ, ചിലപ്പോൾ മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. മനോഹരമായ പ്ലേസ്. ഞാനങ്ങനെ ചോറ് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ചോറ് ഞാൻ അതാ മൈജീൻ്റെ കവറിലൊക്കെ ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, കാണിച്ചു തരാം കേട്ടോ. ചോറ് അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ള ചോറ് ഞാൻ ഇതിലാട്ടോ കൊണ്ടുവന്നേ. മീൻചാറ്, നെല്ലിക്ക, പപ്പടം ഒക്കെ പൊടിഞ്ഞു പോയി ഉള്ളിൽ മൊത്തം. അപ്പോൾ നമ്മൾ ചോറ് തുറന്ന് കാണിച്ചു തരാം. ഒക്കെ മിക്സായിട്ടാട്ടോ കൊണ്ടുവന്നേ.
ഞാൻ നല്ല ഉപ്പിലിട്ട നെല്ലിക്ക കൊണ്ടുവന്നു കേട്ടോ. നെല്ലിക്ക എന്ത് ടേസ്റ്റാ നെല്ലിക്ക. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ചോറ് ഞങ്ങൾ എന്തായാലും കൂടി കഴിക്കുകയാണ് കേട്ടോ. എന്ത് രസമാണ് ഈ മലേൻ്റെ മുകളിൽ വന്ന് ഇങ്ങനെ ചോറ് കഴിക്കാൻ. നല്ല സ്വാദ് കേട്ടോ. ഒരു ഫീലില്ലേ അവിടെ നിന്ന് ഇങ്ങനെ കഴിക്കുമ്പോൾ കേട്ടോ. വെയിലുണ്ടെങ്കിലും നല്ല കാറ്റടിക്കണോണ്ട് നല്ല സുഖം. നല്ല സുഖം. ഭയങ്കര കാറ്റല്ലേ. ഞങ്ങളിങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം വിശ്രമത്തിലാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. നല്ല രസമാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ചോറൊക്കെ കഴിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ. നല്ല കാറ്റും പക്ഷികൾ കരയുന്ന സൗണ്ടും ചീവീടിൻ്റെ സൗണ്ടും വെള്ളം ചാടുന്ന ശബ്ദവും. എന്തൊരു ഫീലാണ് അവിടെ ഇരിക്കാനെന്ന് അറിയോ. എന്ത് മനോഹരമല്ലേ കാണാനൊക്കെ. പക്ഷെ ഒരു പണി കിട്ടി. വെള്ളം കഴിഞ്ഞു ഞങ്ങളുടെ. ഞാൻ ചെറിയൊരു കുപ്പിയിലാട്ടോ വെള്ളം കൊണ്ടുവന്നത്. അപ്പോൾ ഇതുണ്ടായിരുന്ന വെള്ളത്തിൽ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ വീണ്ടും അങ്ങോട്ട് പോവുക. കുരിശിൻ്റെ മേലോട്ട് പോവുക. നല്ല ചൂടെടുക്കുന്നുണ്ട് ഇപ്പോൾ. ചന്ദനം വരെ നോക്ക് ആടുന്നത്. തുമ്പികൾ നോക്ക്. ഇവിടുന്ന് ഓർന്ന് പോയാൽ താഴെ എത്തും. ഈ പുല്ല് ചവിട്ടി അപ്പം വഴുക്ക് ഷൂസ് ഇട്ടിട്ടേ. അപ്പോൾ നമ്മൾ ആ പാറേൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് ചോറ് കഴിച്ചത്. നമുക്ക് മേലോട്ട് പോവാം. നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കുരിശിൻ്റെ അവിടേക്ക് തന്നെ വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടത് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്ന ബെല്ലൈക്കൻ അമർത്തണം കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ വരണം കേട്ടോ. നല്ല സ്ഥലം.